എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സവോളയും ശകല ഇഞ്ചിയും ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർക്കാനാണ് ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം, ഒരു അരമണിക്കൂർ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ടാണ് എടുത്ത് വറക്കുന്നത്. അപ്പം മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ നാരങ്ങാനീരുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഒരു 3 മിനിറ്റ് വെച്ച് തിരിച്ച് മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഇടുന്നതിന് മുമ്പ് ഒരു 4 ഏലയ്ക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇതും കൂടി ഒന്ന് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ആ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടൊന്ന് പാല് പിഴിഞ്ഞ് വെക്കണേ. അപ്പം 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാലിനകത്തിട്ടാണ് നമ്മളിതൊന്നും വേവിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പും കൂടി 1-ാം പാലിൻ്റെ കൂട്ടത്തിലൊന്ന് അരച്ച് ചേർത്ത് വെച്ചേക്കണം. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പം കണ്ടോ, ഒരുപാട് ബ്രൗൺ ആകണ്ട. അതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം ഒരു ടീസ്പൂൺ ഗരം മസാലയും ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഒന്ന് ഇട്ടേക്കണം ഈ കൂട്ടത്തിൽ. എന്നിട്ട് ഇതിനകത്ത് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം. അപ്പം നമുക്കിതിനകത്തോട്ട് ആ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മീൻ ഇതിനകത്ത് കിടന്ന ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. കാരണം മീൻ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഇപ്പോൾ ഇതിനകത്ത് കിടന്നാണ് വേകുന്നത്. അപ്പം മീനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ചെറിയ തക്കാളി ഒന്ന് റൗണ്ടിൽ അരിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2ആണ് ഉപയോഗം. ചെറിയൊരു പുളിയും കിട്ടും, അതുപോലെ തന്നെ ഒരു ഡെക്കറേഷനും കൂടി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് 1-ാം പാൽ അണ്ടിപ്പരിപ്പും 1-ാം പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തിള കയറുന്നവരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുമളകൾ വരാൻ തുടങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആ സമയം കൊണ്ട് ഈ തക്കാളി ഒന്ന് പെറുക്കി വെക്കാം. എന്നിട്ട് ഒരു കറിവേപ്പിൻ്റെ ഒരു തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളി കറിയാണ്, എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. രാവിലെ അപ്പത്തിനും ബ്രെഡിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ കൂട്ടത്തിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിൽ കാണുന്നവർ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടണേ. അപ്പം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതാവും ഏറ്റവും ടേസ്റ്റ് കേട്ടോ. താങ്ക് യു.